കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള ചർച്ച അത് വളരെ സജീവമായി നിൽക്കുന്നു. നേതാക്കൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. എം.കെ. രാഘവൻ വളരെ ശക്തമായ വിമർശനമാണ് ഇതിൽ ഉന്നയിച്ചത്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് നിലവിൽ ഇപ്പോൾ ദേശീയ തലത്തിലുള്ള നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സാഹചര്യമാണ്. അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് അന്തിമ തീരുമാനം. എല്ലാ സംഘടനാപരമായ കാര്യം വെച്ച് നോക്കിയാൽ ഈ അത്തരം എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമാണ് അവസാനത്തെ തീരുമാനം. അത് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ യുക്തമായ തീരുമാനം, ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊള്ളും. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ എന്ത് നടന്നു എന്ന് എല്ലാവർക്കും അറിയാൻ താങ്കൾ പറയുന്നത് KPC പ്രസിഡന്റ് കാര്യത്തിൽ യഥാർത്ഥത്തിൽ KPC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ മത്സരിക്കേണ്ടായിരുന്നത് MP-മാർ മത്സരിക്കേണ്ട തീരുമാനം ഉണ്ടായ വ്യക്തിപരമായ തീരുമാനം കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല. ഞാൻ നേരത്തെ KPC പ്രസിഡന്റിനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിൻ്റെ അകത്ത് നടന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അത് അടഞ്ഞ അധ്യായമാണ്. അതിനെ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, നമ്മുടെ പുതിയ നേതൃത്വം വന്നപ്പോൾ പറഞ്ഞത് ഗ്രൂപ്പിസവും എല്ലാം അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ സീറ്റുകൾക്ക് വേണ്ടി ഇപ്പോൾ അത് ഉള്ളിൽ നടന്ന് പറയുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ സീറ്റുകൾക്ക് വേണ്ടി നേതാക്കൾ തന്നെ ഇങ്ങനെ ഇപ്പോഴും പരസ്യമായിട്ട് തർക്കിക്കുന്ന ഒരു കാഴ്ച കോൺഗ്രസിൽ ഇപ്പോഴും അഭിലഷണീയമാണെന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഒന്നും അഭിലഷണീയമല്ല. ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തനം ഈ നേതാക്കളുടെ ഈ നീക്കം അംഗീകരിക്കുന്നവരല്ല, ഒരിക്കലുമല്ല. ഇത് പാർട്ടി പ്രവർത്തകരുടെ വെല്ലുവിളിയാണ് സത്യം പറഞ്ഞത്. കാരണം അവർ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു ഗവൺമെൻറ്റിനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുന്നണിയെ തിരിച്ചുകൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള വർക്കേഴ്സിന് മുമ്പിൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു പരിഹസിക്കുന്ന രീതിയിലാണ് സംഭവം. ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് അതിർത്തിയാണ് തോന്നുന്നുണ്ടോ? കാരണം ചർച്ചകൾ ഇങ്ങനെ പോകുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവർക്കും ഇതിപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഈ തെരുവിൽ വലിച്ചടച്ചാൽ ആർക്കാ തൃപ്തി ഉണ്ടാവുക? ആർക്കുണ്ടാവില്ല. ഒരാൾക്കും തൃപ്തി ഉണ്ടാവില്ല. ഇത് സന്തോഷമുള്ള കാര്യമല്ലല്ലോ, ആർക്കുണ്ടാവില്ല. അങ്ങനെ നിലവിൽ കേരളത്തിലുള്ള മുഖങ്ങൾ സർക്കാരിന് നേതൃത്വം നൽകിയാലും അതിന് പകരം ഒരു മുഖം വരേണ്ട സാഹചര്യമല്ല. അങ്ങനെയെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനേക്കാളും അധികാരമുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളതല്ല ഈ ചർച്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അണികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അണികൾ സൈബർ സ്പേസിൽ വലിയ ചർച്ചകൾ കൊണ്ടുവരുന്നു. അത് കേവലം ഈ അണികളുടെ ഒരു സൈബർ അറ്റാക്കാന്ന് പറയാൻ കഴിയില്ല. ഇത് പലരും കടന്നുകൂടുന്നതിന് മനസ്സിലായിക്കൊള്ളു. ഇതിൽ പലരും ഈ കോൺഗ്രസ് അണികളുടേതാണ് അഭിപ്രായം എനിക്കില്ല. ഈ സൈബർ അറ്റാക്കിനെ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ അത് തീർത്തും കോൺഗ്രസ് അണികളുടെ അറ്റാക്കാണെന്ന് പറയാൻ കഴിയില്ല. അത് പലരും കടന്നുകൂടുന്നുണ്ട്. അതിനകത്ത് മുതലെടുക്കാൻ വേണ്ടി അങ്ങനെയുമുണ്ട്. ഈ ഒരു വിഷയം പരമാവധി വഷളാക്കാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. അത് ഞാൻ പേര് പറയുന്നില്ല. അവരും ഇതിൻ്റെ ഭാഗമായി ഈ സൈബർ ഇടങ്ങളിൽ ഇതിനു വേണ്ടി സ്പേസ് കാണുന്നവരാണ്. വിമർശനം തന്നെയാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നതിന്റെ ആദ്യ ഘട്ടത്തിൽ ഉയർത്തിയത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, തന്നോട് തോൽക്കുന്ന ഒരു സീറ്റിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അത് ഏത് നേതാവാണ് എന്നുള്ള കാര്യം ഇപ്പോൾ പറയുന്നില്ല എന്നാണ് എം.കെ. രാഘവൻ. അപ്പോൾ വളരെ സജീവമായി നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ചർച്ചയിൽ വലിയ അതൃപ്തി ഉണ്ട് എന്നതാണ്. കെ സുധാകരനാണ് ഈ ചർച്ചയെ ഇത്ര വേറെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വിധത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിടുകയും KC വേണുഗോപാൽ ദൂരദർശിയായ നേതാവ് കേരളത്തിലേക്ക് വന്നാലേ കേരളത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന നിലയിലൊക്കെ അദ്ദേഹം പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് ഈ ചർച്ചയ്ക്ക് വേറൊരു മാനം കൈവന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് അണികൾ, അത് VD അനുകൂലികൾ, KC അനുകൂലികളൊക്കെ ചേരി തിരിഞ്ഞുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്.